പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ അനന്തകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ആത്മോപദേശ ശതകം 6ാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമായി എടുത്തിട്ടുള്ളത്. 6ാം ശ്ലോകം ഇപ്രകാരമാകുന്നു: ഉണരണമെന്നീ ഉറങ്ങണം, പൂജിച്ചിടണം അശനം പുണരേണമെന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം. ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഉണരണം, ഉണരണം, ഇനി ഉറങ്ങണം, പിന്നെ ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, ഭക്ഷണം കഴിക്കണം, പുണരേണം, ഇണചേരണം എന്നിവണ്ണം, ഇത്തരത്തിലുള്ള അനേക വികൽപ്പം, പലതരത്തിൽ മനസ്സിനെ ചഞ്ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യങ്ങൾ അണയും, നമ്മെ വലിച്ചിഴയ്ക്കും. ആകയാൽ ഈ കാരണത്താൽ ഒരു നിർവികാര രൂപം, മാറ്റമില്ലാത്ത ആത്മസത്യത്തെ ആര് ഉണരുവതുള്ളത്? ആരും പൂർണ്ണമായി ഉണർന്നറിയുന്നില്ലല്ലോ. ഒരിക്കൽ കൂടി നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉണരണം, പിന്നെ ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, ഇണചേരണം, ഇത്തരത്തിലുള്ള പലതരത്തിൽ മനസ്സിനെ ചഞ്ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യങ്ങൾ നമ്മെ വലിച്ചിഴയ്ക്കും. ഇക്കാരണത്താൽ മാറ്റമില്ലാത്ത ആത്മസത്യത്തെ ആരും പൂർണ്ണമായി ഉണർന്നറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ വരികളുടെ അർത്ഥം. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് നോക്കാം. സാധാരണ മനുഷ്യന്റെ, അതായത് നമ്മളുടെയൊക്കെ താല്പര്യങ്ങൾ ക്ഷണപ്രഭ ചഞ്ചലങ്ങളാണ്, അല്ലേ? അല്പനേരം മാത്രം നിലനിന്ന് കെട്ടുപോകുന്നവയാണ് അവ. കാരണം നമുക്കൊന്നിലും ഉറച്ചു നിൽക്കാനുള്ള മനസ്സില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. ആഗ്രഹങ്ങൾ വന്നും പോയും ഇരിക്കുകയും, അതുകൂടാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറക്കത്തിൽ നിന്നും ഉണർന്നെണീക്കുന്നു, ഇഷ്ടമുള്ള ഭോജ്യങ്ങൾ കണ്ടെത്തി വാരി വലിച്ചു തിന്നുന്നു. കുറച്ചു കഴിയുമ്പോൾ ഇണയെ വാരി പുണരണമെന്നും തോന്നും. ക്ഷീണിക്കുമ്പോൾ കിടന്നുറങ്ങും. ഇങ്ങനെ മാറി മാറി വരുന്ന താല്പര്യങ്ങളെയാണ് വികൽപ്പങ്ങളെന്ന് പറയുന്നത്. ഒരു ദിവസത്തെ ജീവിതത്തിനിടയിൽ തന്നെ നമ്മുടെ മനസ്സ് ഒട്ടേറെ ഭ്രാന്തമായ ആഗ്രഹങ്ങൾക്ക് പാഞ്ഞു പോകുന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. എന്തിനാണ് ഇങ്ങനെ മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഈ തിരക്കിനിടയിൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നാം ഓരോരുത്തരും മറന്നുപോകുന്നു. നിർവികാരമായ സ്വാത്മസത്തെ നാം മറന്നുപോകുന്നു. ലോക വിഷയങ്ങളിലേക്ക് ഉണർന്നിരിക്കുന്നത് കൊണ്ട് ആത്മസ്വരൂപത്തിലേക്ക് ഉണരുവാൻ നമുക്കാർക്കും കഴിയുന്നില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ലോക വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആത്മസത്തയെ നമുക്ക് കണ്ടെത്താൻ കഴിയുക? ലോക വിഷയങ്ങളിൽ ഉറങ്ങുകയും ആത്മസത്തയിൽ ഉണരുകയും വേണം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഈ ഉപദേശം കേൾക്കുമ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഉണർച്ച ഉണ്ടാകണം. ആരും തന്നെ എന്തുകൊണ്ടാണ് ഈ ആത്മസത്തയെ അറിയാതിരിക്കുന്നത് എന്നൊരു പരിദേവനാ സ്വരം നമുക്ക് ഈ ശ്ലോകത്തിലൂടെ അല്ലെങ്കിൽ ഈ മന്ത്രത്തിലൂടെ ധ്വനിക്കുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാവിനെ അറിയുവാൻ വേണ്ടി ജീവിതത്തെ നാം വിനിയോഗിക്കണം. അതാണ് സ്വാമി തൃപാദങ്ങൾ നമുക്ക് തരുന്ന ഉപദേശം, ആത്മോപദേശം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ മനനം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് വീണ്ടും വരാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.